ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. തിരുവോണ ആഘോഷ നിറവിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ. നാടിന്റെ മണവും രുചിയുമുള്ള സ്മരണകൾ നെഞ്ചിലേറ്റിയാണ് ഓണാഘോഷങ്ങൾ പുരോഗമിക്കുന്നത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും തിരുവോണ ആഘോഷങ്ങൾ രാത്രിയും തുടരുകയാണ്. പൂക്കളവും പുത്തൻ കോടിയും ഓണസദ്യയുമൊക്കെയായി മലയാളികൾ പൊന്നോണനാൾ ആഘോഷമാക്കി. നാളെ മൂന്നാം ഓണത്തിന് ബന്ധുവീടുകളിൽ സന്ദർശനങ്ങളും സൗഹൃദ കൂട്ടായ്മകളുമായി ആഘോഷങ്ങൾ തുടരും. ഓണം വാരാഘോഷത്തോടനുബന്ധിച്ച് ആകാശത്ത് ദൃശ്യവിസ്മയമൊരുക്കുന്ന ഡ്രോണുകളുടെ ലൈറ്റ് ഷോയ്ക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുകളിലായി 250 അടി ഉയരത്തിൽ രാത്രി 8:45 മുതൽ 9:15 വരെയാണ് ലൈറ്റ് ഷോ നടക്കുക. 3 ദിവസത്തെ ഡ്രോൺ ലൈറ്റ് ഷോയിൽ 1000-ഓളം ഡ്രോണുകളുണ്ടാകും. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഇതാദ്യമായാണ് ഡ്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിക്കുന്നത്. മലയാളികൾ കൂടുതലുള്ള UAE-യിലും ഗൾഫ് മേഖലയിലും വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിദേശത്ത് വസിക്കുന്ന കേരളീയരെ സംബന്ധിച്ച് സാംസ്കാരിക ഒരുമയുടെ പ്രതീകം കൂടിയാണ് ഓണം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇക്കൊല്ലത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിൽ നടത്തുന്ന നിക്ഷേപം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിനായി നൽകുന്ന അമൂല്യമായ സംഭാവനയാണെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികളുടെ മൊത്തം പ്രവേശന അനുപാതം സമീപ വർഷങ്ങളിൽ ഗണ്യമായി വർദ്ധിച്ചതിൽ രാഷ്ട്രപതി സന്തുഷ്ടി പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ ഉയർന്ന തീരുവ പ്രതികൂലമായി ബാധിച്ച കയറ്റുമതി സ്ഥാപനങ്ങളെ സഹായിക്കാൻ നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരോക്ഷ നികുതി പരിഷ്കാരങ്ങളുടെ ഫലമായി 99% ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇപ്പോൾ 0, 5, 18 എന്നീ നികുതി സ്ലാബുകൾക്കുള്ളിലായി. ഇത് ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും എന്നാൽ മൂലധന ചിലവിനെ ബാധിക്കില്ലെന്നും ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഭൂട്ടാൻ പ്രധാനമന്ത്രി ദാഷോ ഷെറിംഗ് ടോഗ്ബെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഭൂട്ടാൻ പ്രധാനമന്ത്രി ബുധനാഴ്ച ഇന്ത്യയിലെത്തിയത്. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലം ഈ മാസം 9-ന് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തും. 16 വരെ സന്ദർശനം തുടരും. ഡൽഹിക്ക് പുറമെ മുംബൈ, വാരാണസി, അയോധ്യ, തിരുപ്പതി എന്നിവിടങ്ങളും അദ്ദേഹം സന്ദർശിക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ സമീപ ദിവസങ്ങളിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം സംബന്ധിച്ച് അവിടുത്തെ സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 171ാമത് ജയന്തി ആഘോഷങ്ങൾ മറ്റന്നാൾ നടക്കും. വർക്കല ശിവഗിരിയിൽ രാവിലെ 10-ന് ജയന്തി സമ്മേളനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ ജയന്തി സമ്മേളനം വൈകിട്ട് 6:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന റാലി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. അഹമ്മദ് ദേവർകോവിൽ MLA ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ദഫ് ഉൾപ്പെടെ വിവിധ കലാപ്രകടനങ്ങൾ റാലിയെ വർണ്ണാഭമാക്കി. ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ നാളെ നടക്കുന്ന സൂപ്പർ 4 മത്സരത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. നാളെ വൈകുന്നേരം 7:30-ന് രാജ്ഗിർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു സൂപ്പർ 4 മത്സരത്തിൽ ദക്ഷിണ കൊറിയ നാളെ മലേഷ്യയെ നേരിടും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ഫൈനലിൽ. ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെതിരെ 10 വിക്കറ്റിനാണ് ഏരീസ് കൊല്ലത്തിന്റെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ 17.1 ഓവറിൽ 86 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊല്ലം 9.5 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടമാവാതെ ലക്ഷ്യം മറികടന്നു. ലീഗിലെ 2ാം സെമിയിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെ നേരിടുകയാണ്. ടോസ് നേടിയ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മറ്റന്നാളാണ് ഫൈനൽ. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ന് അർദ്ധരാത്രി നൊവാക് ജോക്കോവിച്ചും കാർലോസ് അൽക്കാരസും ഏറ്റുമുട്ടും. യാനിക് സിന്നറും ഫെലിക്സ് ഓഗറും തമ്മിലാണ് 2ാം സെമി. വനിതാ സിംഗിൾസ് ഫൈനലിൽ മറ്റന്നാൾ 1-ാം നമ്പർ താരം അരീന സബലങ്കയും അമാൻഡ അനിസിമോവയും ഏറ്റുമുട്ടും. ഓണക്കാലത്ത് പാൽ, തൈര്, മറ്റ് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ സർവ്വകാല റെക്കോർഡുമായി മിൽമ. ഉത്രാടം ദിനത്തിൽ മാത്രം 38 ലക്ഷത്തിലധികം ലിറ്റർ പാലും 3,97,600 കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ചത്. തിരുവോണത്തിന് മുൻപുള്ള 6 ദിവസങ്ങളിലായി 1,19,00,000-ലധികം ലിറ്റർ പാലും 14,58,800 കിലോ തൈരും വിറ്റഴിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.